എന്നെ ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ താളവും താളപ്പിഴകളും നമ്മുടെ അപ്പൻ സ്വർഗസ്ഥനായ ദൈവം അറിയുന്നു. ഈണവും പിഴകളും അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്ന് വിദൂരതയിൽ മാറി നിൽക്കുന്ന സത്വമല്ല ദൈവം, ഒരു കോൺസെപ്റ്റല്ല. പത്രോസിൻ്റേതുപോലെ നമ്മുടെ ജീവിതവും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ അവിടത്തേക്കറിയാം. നമ്മുടെ ശിരസിലെ ഒരു തലമുടി നാരിഴ പോലും അവിടുന്ന് എണ്ണിയിരിക്കുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ നാനോ സെക്കൻഡും, കൊച്ചു സംഭവവും എല്ലാം ദൈവം അറിയുന്നു. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, കണ്ണുനീർത്തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തനം 56:8 നാം വായിക്കുന്നു. ദൈവജനമേ, ദൈവം എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, വലിയ മാറ്റങ്ങളും ഉണ്ടാവും. മനുഷ്യൻ്റെ ശക്തിക്ക് എന്നതുപോലെ അവന് നേടാവുന്നതിനും പരിധിയുണ്ട്. ആ നേട്ടം കൊണ്ട് മനുഷ്യരാരും തൃപ്തരുമല്ല. തൃപ്തിപ്പെടാൻ ഹൃദയത്തിന് സാധിക്കുകയുമില്ല. പിന്നെയും നമ്മുടെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കും, അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. നാം അന്വേഷിക്കേണ്ടത് ദൈവസ്നേഹത്തെയാണ്. ആ സ്നേഹം കൊണ്ട് നിറയാൻ. ദൈവസ്നേഹം ഒഴുകിയെത്തുന്നിടത്ത് വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതം മാറ്റിമറിക്കപ്പെടുന്നു, പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ. എന്തെല്ലാം കാര്യങ്ങളിലാണ് നാം നിത്യേന ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സഹോദര സഹോദരി, നമ്മുടെ ജീവിതം സ്വന്തം കരങ്ങളിലാണെന്ന തെറ്റിദ്ധാരണയാണ് നമുക്ക് എനിക്കുൾപ്പെടെ. നാം ആണോ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത്? ദൈവം പറഞ്ഞു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, എൻ്റെ പദ്ധതിയല്ല, നിങ്ങളുടെ പദ്ധതിയല്ല. സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമുക്ക് വഴി മാറിക്കൊടുക്കാം. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് എന്ന് ജെറമിയ 29:11 നാം വായിക്കുന്നു. പലവുരു നാം കേട്ടിട്ടുള്ള ദൈവവചനമാണിത്. നിൻ്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ്, നാശത്തിനല്ല എന്നുള്ളത്. നമുക്കായി പദ്ധതിയൊരുക്കി ദൈവം കാത്തിരിക്കുന്നു. അത്രയ്ക്ക് വിലപ്പെട്ടതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവൻ ദൈവത്തിന്.